അപ്പം ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നായായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആളെയെല്ലാം കടിച്ച് പറിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ കാറ് വരുത്തിക്കണം. 900 അടിച്ചിട്ടുള്ള കാറ് വരുത്തിച്ച് ഇതുപോലെ കോൺ ഷേപ്പിലായിരിക്കണം കാറ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഇവിടെ ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒരു നായിനെ വരുത്തിക്കണം. 600 അടിച്ചിട്ട്. ഓക്കെ, അപ്പം 600 അടിച്ചിട്ട് ഒരു നായി സ്പോൺ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു നായിനെ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഗായ്സ്? അപ്പം ഇവിടെ ആയിട്ട് കണ്ട ഈ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ കയറുന്ന രീതിയിൽ, ഇപ്പം ഇതുപോലെ കയറിയിട്ട് കാര്യമില്ല. ഇങ്ങനെ നായിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ വേണം കയറാൻ നോക്കോ. ഇതേ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്നും കയറിയിട്ട് ഒരു കാര്യമില്ല. കണ്ട, ഇങ്ങനെ കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇനി നമ്മൾ ഇറങ്ങിയിട്ട് ആ ഒരു സൈഡിൽ കണ്ട, നമ്മൾ കുറച്ചിങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ കയറുമ്പോൾ കണ്ട അപ്പോഴും ഞെക്കണം. എന്നാൽ മാത്രം നമ്മൾ ഡൗണിലായിട്ട് പോവും. ഇനി നമ്മൾ നായിയാണ്. നമുക്ക് എക്സ്പെരിമെൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നായായിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ വരുമോ അതോ എന്താണ് പറ്റുകയെന്നാണ് നോക്കുന്നത്. അപ്പം ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു കാറ് മാത്രം വരുത്തിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് പുള്ള് ചെയ്ത് കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതേ കണ്ട ഇങ്ങനെ ആക്കി കാറ് പൊന്തുന്നതിൻ്റെ കൂടെ നമ്മൾ ചാടി വരും ഗൈസ്. അതാണ് ദിസ് ഈസ് ദ പവർ ഓഫ് എ ഡോഗ് ഗൈസ്. ഇനി നമുക്ക് നേരെ പോയിട്ട് ആദ്യം അവിടെ ഉള്ള ഒരാളെ നമ്മൾ കടിക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ മറ്റേ ആളെ കടിക്കാൻ വേണ്ട പാടുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ തന്നെ പോയിട്ട് അയാളെ കടിച്ച് പറിക്കണം. ഓക്കെ, നായിൻ്റെ കടി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോകട്ടെ. അപ്പം ഇയാളെയാണ് നമ്മൾ കടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇവനെ ഒന്ന് കടിച്ച് നോക്കണം ഗൈസ്, ചെറുങ്ങനെ. ഓക്കെ, കടിച്ചോ? ഇല്ല, കാരണം നമ്മളങ്ങനെ ചാടിയാണ് കടിക്കുക. അപ്പം ഇനി നമ്മൾ ഡൈനോസറായി മാറാൻ പറ്റുമെന്ന് നോക്കൂട്ടോ. അതായി മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ലായിരിക്കും. അപ്പം നമുക്ക് അതും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം കേട്ടോ. അപ്പം എന്തായാലും ഡൈനോസറായി മാറാൻ പറ്റിയാൽ അതൊരു കിടിലം പോലത്തെ വിത്ത് ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ തന്നെ പോയിട്ട് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ട് കടിച്ച് പറിച്ച് നിൽക്കുക കേസ്. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് വരുമാണെങ്കിൽ ഇല്ല അങ്ങനെ സംഭവിക്കില്ല. ഇപ്പം നമുക്ക് നേരെ പോയിട്ട് എന്തായാലും തന്നെ അവരെ കടിച്ച് പറിക്കുക. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അറ്റാക്ക്. ഓക്കെ, കടിച്ച് പറിക്കണം നമുക്ക്. ഓക്കെ, എല്ലാം അതിനെ കടിച്ച് പറിക്കും നമ്മളൊക്കെ. ഇവനെ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല മോനെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്നെ ഞാൻ നല്ലോണം സ്ഥിരീകരിച്ചോളാം. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ അടിച്ച് നല്ല പൊറോട്ട ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവനെ നമുക്ക് ബീഫാക്കി എടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ചേട്ടനെ കടിക്കണോ വേണ്ടല്ലേ? പാവം പോലീസുകാർ. നമ്മളങ്ങനെ കാക്കിയിട്ട ആൾക്കാരൊന്നും കടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഇവനെ കടിച്ചാൽ മതി. ഇനി ഓക്കെ, ഇവനെ കടിക്കാൻ കടിച്ചു. ഓ ഗൈസ്, കടിച്ചു. ഇതുവരെയായിട്ട് ഒരു സ്റ്റാർ പോലും വന്നിട്ടില്ല. നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ തിരിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് ഒരു സ്റ്റാർ പോലും. അപ്പം എന്തായാലും ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പെയ്യലാണ് നല്ലത്. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് യു കമൻറ്റ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എന്ന് പറയാൻ വരട്ടെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.